വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി എടുത്ത വളരെ ഭരണഘടനാപരമായ ഇടപെടലിനെ DYFI സ്വാഗതം ചെയ്യുകയാണ്. രാജ്യത്തെ ജനാധിപത്യ ശക്തികൾക്കാകെ വലിയ തോതിൽ ആത്മവിശ്വാസം പകരുന്ന ഇടപെടലാണ്, ഇടക്കാല ഇടപെടലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. വഖഫ് നിയമം ഭൂരിപക്ഷം ഉപയോഗിച്ച് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും കടന്ന് നിയമമായി വരുമ്പോൾ അന്നേ തന്നെ ഞങ്ങളെല്ലാവരും ഉന്നയിച്ചിരുന്ന പ്രസക്തമായ കാര്യം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ്. ഭരണഘടനയുടെ 26-ാം അനുച്ഛേദം ഉൾപ്പെടെ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങളുടെ നഗ്നമായ ലംഘനമാണ് വഖഫ് നിയമം ഭൂരിപക്ഷം ഉപയോഗിച്ച് നിങ്ങൾ പാസ്സാക്കുന്നത് എന്ന് അന്നേ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. പാർലമെൻറ്റിനകത്ത് രാജ്യസഭയിൽ CPIM 46 അമെൻമെൻറ്റുകൾ ഇത് സംബന്ധിച്ച് നൽകുകയും ചെയ്തിരുന്നു. നിങ്ങൾ നോക്കൂ, ആ നിയമം വന്ന് ദിവസങ്ങൾക്കിടയിൽ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ, സോക്കോൾഡ് ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ എത്ര വലിയ ബുൾഡോസർ രാജാണ് നടപ്പിലാക്കിയത് എന്ന് കാണാൻ കഴിയും. ഏകപക്ഷീയമായ പിടിച്ചടക്കലുകൾ ഈ നിയമത്തിൻ്റെ മറവിൽ നടത്തി. UPയിലെ കൗശാംബി ജില്ലയിൽ 58 ഏക്കർ വഖഫ് ഭൂമിയാണ് സർക്കാർ ഡീനോട്ടിഫൈ ചെയ്തത്, പിടിച്ചെടുത്തത്. ഹരിയാനയിലെ ഫരീദാബാദിൽ 50 വർഷം പഴക്കമുള്ള പള്ളി പൊളിച്ചു നീക്കി. ഈ വളരെ പരിമിതമായ ദിവസങ്ങൾക്കിടയിൽ നടന്ന സംഭവങ്ങളാണ്. ഉത്തരാഖണ്ഡിൽ 170 മദ്രസകളാണ് ഈ കാലയളവിൽ, ഈ ചെറിയ ദിവസങ്ങൾക്കിടയിൽ അടച്ചുപൂട്ടാൻ തയ്യാറായത്. അതോടൊപ്പം തന്നെ മധ്യപ്രദേശിൽ 30 വർഷം പഴക്കമുള്ള ഒരു മദ്രസ പൊളിച്ചതായാണ് വാർത്ത പുറത്തു വന്നത്. ഇങ്ങനെ നിരവധി, എണ്ണിപ്പറഞ്ഞാൽ ഒട്ടനവധി കേസുകൾ ഈ ദിവസങ്ങൾക്കിടയിലാണ്. പാർലമെൻറ്റിൽ ഇരുസഭകളിലും ഈ നിയമം പാസ്സാക്കുന്നതിന് മുൻപ് നടന്ന ചർച്ചയിൽ ഞങ്ങളെല്ലാവരും ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യത്ത് BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജിന് നിയമപരമായ പരിരക്ഷ കൊടുക്കാനാണ് ഈ നിയമം. ആ വാദത്തെ അനർത്ഥമാക്കുന്നതാണ്. സുപ്രീം കോടതി 2 പ്രധാനപ്പെട്ട നിയമത്തിലെ വകുപ്പുകളെയാണ്, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായും ഇടപെട്ടിരിക്കുന്നത്. അതിലൊന്ന്, പ്രീ പ്ലാൻഡായി BJP രാജ്യത്ത് നടപ്പിലാക്കാനിരുന്ന ഈ ബുൾഡോസർ രാജ്, ഏകപക്ഷീയമായ ബുൾഡോസർ രാജിനെ കടിഞ്ഞാനിട്ട് നിർത്തിയിരിക്കുകയാണ്. അത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അതിലുണ്ടാക്കിയേക്കാവുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതം മനസ്സിലാക്കി സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അതോടൊപ്പം തന്നെ ഇതിൽ വിധി, അല്ലെങ്കിൽ ഈ വരുന്ന നമ്മുടെ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്നതിനപ്പുറത്ത് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. സർക്കാരിനോട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ചില ചോദ്യങ്ങളുടെ മുമ്പിൽ പൂർണ്ണമായും ഗവൺമെൻറ് ഉത്തരം മുട്ടിപ്പോയി എന്നുള്ളതാണ്. അത് രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ മാത്രമല്ല, ജനങ്ങളുടെ മുമ്പിൽ തന്നെ നരേന്ദ്രമോദി സർക്കാരിന് ഉത്തരം നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കാണാനായത്. നിങ്ങൾ നോൺ മുസ്ലിംസിനെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്ന നിങ്ങൾ നാളെ നോൺ ഹിന്ദുവിനെ ഹിന്ദു ആരാധനാലയങ്ങളുടെ ട്രസ്റ്റുകളുടെ ഭാഗമായി ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യം, ഇതേ ചോദ്യം പാർലമെൻറ്റിനുള്ളിൽ ജനപ്രതിനിധികൾ ചോദിച്ച ചോദ്യമാണ്. ഇരുസഭയിലും വിവിധ പാർട്ടികൾ ഉന്നയിച്ച ചോദ്യമാണ്. അതേ ചോദ്യം അവിടെ ഉന്നയിച്ചു. JPCയിലും ഉയർന്ന ചോദ്യമാണ്. കോടതി ചോദിച്ചു. ഉത്തരം മുട്ടി അക്ഷരാർത്ഥത്തിൽ സ്തബ്ധമായിരിക്കുന്ന, ഒരക്ഷരം മിണ്ടാതെ, ഉരിയാടാനാകാതെ ഇരിക്കുന്ന കാഴ്ചയാണ്, സർക്കാർ അഭിഭാഷകനിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ സുപ്രീം കോടതിയിൽ കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സെക്കുലർ കണ്ടന്റ്, ആ സെക്കുലറിസത്തെ തകർക്കുന്നതിനും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മൂല്യങ്ങളെയും ബുൾഡോസ് ചെയ്യുന്നതിനും വേണ്ടി സംഘപരിവാർ കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ട താൽക്കാലികമായി അതിലെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ പാർട്ടുകൾ തടഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത് വീണ്ടും ഈ കേസ് മുന്നോട്ട് പോകുന്നു. എന്തായാലും സുപ്രീം കോടതി രാജ്യം ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങൾ പാർലമെൻറ്റിനുള്ളിൽ ഭരണഘടനയുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചു എന്നുള്ളത് ഏതൊരു ജനാധിപത്യ വിശ്വാസിക്കും വളരെയധികം പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്.
DYFI സുപ്രീം കോടതിയുടെ ഈ ഇടപെടലിനെ അങ്ങേയറ്റം ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്.